ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. ദുരിതപ്പെയ്ത്തിന്റെ ദുരിതത്തിലാണ് മുണ്ടംവേലി ഗാന്ധിനഗർ P&T കോളനിയിലെ കുടുംബങ്ങൾക്കായി ഒരുക്കിയ ഭവന പദ്ധതിയിലെ അന്തേവാസികൾ. ദുരിതപ്പെയ്ത്തിന്റെ ദുരിതത്തിലാണ് കൊച്ചി മുണ്ടംവേലിയിൽ ഗാന്ധിനഗർ P&T കോളനിയിലെ കുടുംബങ്ങൾക്കായി ഒരുക്കിയ ഭവന പദ്ധതിയിലെ അന്തേവാസികൾ. സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റുകളെല്ലാം കനത്ത മഴയിൽ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യയായ പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് ടെക്നോളജി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റുകളാണ് കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്നത്. ശക്തമായി തന്നെയാണ് ഫ്ളാറ്റുകളിലേക്ക് വെള്ളം ഇറങ്ങുന്നത്. ഇതുമൂലം ആളുകൾക്ക് പാചകം ചെയ്യാനോ കിടന്നുറങ്ങാനോ കഴിയാത്ത സാഹചര്യമാണുള്ളത്. 82 ഫ്ളാറ്റുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ 75 ഫ്ളാറ്റുകളിലാണ് കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ചത്. ഫ്ളാറ്റുകൾ കനത്ത മഴയിൽ ചോർന്നൊലിച്ചതോടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മുകളിലെ ഫ്ളാറ്റുകൾ മുതൽ താഴെയുള്ള ഫ്ളാറ്റുകൾ വരെ ചോർന്നൊലിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. കുട്ടികളും പ്രായമായവരും അസുഖബാധിതരുമൊക്കെയായി 100 കണക്കിന് ആളുകളാണ് ഇവിടെ കഴിയുന്നത്. നിർത്താതെ പെയ്ത മഴയിൽ ഫ്ളാറ്റുകളെല്ലാം ചോരാൻ തുടങ്ങിയതോടെ വലിയ പ്രതിഷേധമാണ് ഇവിടുത്തെ താമസക്കാരിൽ നിന്നുണ്ടാവുന്നത്. ഇതിനേക്കാൾ ഭേദം P&T കോളനിയിൽ കഴിയുകയായിരുന്നുവെന്നും താമസക്കാർ പറയുന്നു. മഴയിൽ P&T കോളനി നിവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് ഇവരെ കരകയറ്റുന്നതിന്റെ ഭാഗമായാണ് മുണ്ടംവേലിയിലെ GCDയുടെ കൈവശമുള്ള 70 സെന്റ് സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഭവനങ്ങൾ നിർമ്മിച്ചത്. കോടികൾ മുടക്കി നിർമ്മിച്ച ഭവനങ്ങളാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്നത്. തൃശൂർ ജില്ലാ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണം ചുമതല. 4 നിലകളിലായി 2 മുറികൾ വീതമുള്ള 82 വീടുകളാണ് നിർമ്മിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകളായതിനാൽ ചോർച്ച പരിഹരിക്കാൻ അറ്റകുറ്റപ്പണികളും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പറയുന്നു. ചോർച്ച പരിഹരിക്കാൻ റൂഫിംഗിന് ഉൾപ്പെടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ പദ്ധതി പ്രഖ്യാപിക്കുകയും നിർമ്മാണോദ്ഘാടനം നടത്തുകയും ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. തങ്ങളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് P&T കോളനി നിവാസികൾ നടത്തുന്ന സമരം 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയെങ്കിലും ദുരിതക്കയത്തിൽ നിന്ന് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോളനി നിവാസികൾ. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.